സീസൺ 1 എപ്പിസോഡ് 2. അപ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സീസൺ 1 കണ്ടിട്ട് ഇത് കാണാം. ഇവിടെ ഒരു ഐക്കാർഡ് വരും. ഐക്കാർഡ് നോക്കിയാൽ നിങ്ങൾ സീസൺ 1 കാണാവുന്നതാണ്. അപ്പോൾ ചാനൽ സബ് ചെയ്യുക, ഒക്കെ ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് പോകാം. അതിൻ്റെ മുന്നേ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ കമൻറ്റ് അറിയിക്കാൻ. സൗണ്ടിന് എന്ത് മാറ്റം വരുത്തണമെങ്കിൽ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഫാസ്റ്റ് കാണിച്ചുകൊണ്ടാണ്. അതായത് ഇത് ഡീമൻസിൻ്റെ ആണ്ടത്തുള്ള വഴിയാണ്, ലെഫ്റ്റും റൈറ്റും എൻ്റെ അടുത്ത് പോലുള്ള വഴിയാണ്. ഈ വഴി ആർക്കും നീ പറഞ്ഞു കൊടുക്കരുത്. ഇത് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാർക്കും പറഞ്ഞു കൊടുക്കരുത്. ഡീമൻസ് നിന്നെ എപ്പോഴും നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. പ്രസൻ്റാണ് കാണിക്കുന്നത്. അവൻ്റെ അച്ഛൻ പറഞ്ഞ ലെഫ്റ്റും റൈറ്റും ഇപ്പോൾ അവൻ്റെ മാസ്റ്ററായിട്ട് അവനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. മെയിൽ ലെഫ്റ്റും ഫീമെയിൽ റൈറ്റുമാണ്. അപ്പോൾ ഇത്രയും കാലം ഞങ്ങൾ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴാണ് ഞങ്ങൾ നിൻ്റെ ഡീമൻസായത്. അത് കേട്ട് നിട്ടുന്നു. ഈ തൊട്ടക്കരയുന്ന പയ്യനെ നമ്മൾ മാസ്റ്ററല്ലേ, റൈറ്റ് നിർത്ത്, നമ്മൾ മാസ്റ്ററാണ്, അങ്ങനെയൊന്നും പറയാൻ പാടിയെന്ന് പറയുന്നു. റൈറ്റിൻ്റെ പേര് യാറാണ്. ഞാനൊരു ഡീമ റീടേക്കിലാണെന്ന് പറയുന്നു. അപ്പോൾ തന്നെ പറയണേ, താനല്ലേ അത്, തന്നെ ഞങ്ങൾ കുറേ ദിവസമായിട്ട് നോക്കിയിരുന്നു. ഞങ്ങൾ നശിപ്പിച്ച പശുക്കളെന്താ, നമ്മൾ മാസ്റ്ററിനെ നശിപ്പിക്കാവുന്ന പശുക്കളെ ഞങ്ങൾ നശിപ്പിച്ചു, എന്തായിരുന്നു എന്ന് ചോദിക്കണേ. അതൊന്നും പറഞ്ഞു തരാൻ നേരമില്ല, എന്തായാലും ഒരു തലവേദന ഇനി കിട്ടിയെന്ന് പറയണേ. അപ്പോൾ പറയണേ പെട്ടെന്ന് മലൻ്റെ മുകളിൽ താഴ്ത്ത് ചേർക്കുന്നത്. താനല്ല മാസ്റ്റർ, ഞാൻ പറയുമ്പോൾ താനല്ല നിങ്ങൾ മാസ്റ്റർ എന്ന് അവർ പറയണേ. നിങ്ങൾ മാസ്റ്റർ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ ചെയ്യുള്ളൂ എന്ന് അവർ പറയാം. ഞങ്ങൾ മാസ്റ്റർ പറഞ്ഞാൽ മാത്രമേ അനുസരിക്കുള്ളൂ എന്ന് പറയണേ. അപ്പോൾ തന്നെ പറയണേ, അതൊന്നും ആർക്കറിയാം, ഇപ്പോൾ പറഞ്ഞു തരാനുള്ള ടൈമില്ല എന്ന് പറയുന്നു. അപ്പോൾ ബാക്കിൽ ഒരാൾ. അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് നേരത്തെ കണ്ട് കാപ്പി നടന്നു വന്നിട്ട് പറയണേ, ഇവിടെ എന്ന് ചോദിക്കണേ. ഇവിടെ എടുത്തില്ല, ഞാൻ എടുത്ത് പറഞ്ഞതെന്ന് ചോദിക്കണേ. താനറിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്തുള്ള ഡീമനെ കുറച്ച് പവറുള്ള എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഇതാണ് 16 വയസ്സുള്ള ഹീറോ എന്ന് പറയണേ. 16 വയസ്സല്ല, 17 വയസ്സാണെന്ന് പറയാണ്. പുറത്തുനിന്നുള്ള ഒരു 16 വയസ്സ് കണക്കാക്കുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ തന്നെ പറയണേ, നീയാണല്ലോ ആർഷിയുടെ അനിയെ എന്ന് പറയാണ്. അപ്പോൾ തന്നെ പറയണേ, ഞാനാണ് ആ വില്ലേജിലത്തെ ആൾക്കാരൊക്കെ കൊന്നതെന്ന് പറയുന്നു. അപ്പോൾ ഹീറോനെ നല്ല ദേഷ്യം വരികയാണ് ചെയ്യുന്നത്. മാസ്റ്റർ പറയുന്നു, അതെന്തും ഞങ്ങൾ ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ഇടാൻ മാത്രം ഞാൻ ആളായിട്ടില്ല, നിങ്ങൾക്ക് ഞാൻ 2 ഇത് തരാം. അതായത് ഇവിടെ സർവേ ചെയ്തിട്ടുള്ള ആൾക്കാരെ ഒന്ന് രക്ഷിക്കാം, മറ്റേത് ഈ കീടത്തിനെ തൊട്ട് പോകരുത്, അത് എൻ്റേത് മാത്രമാണ്. അത് കേട്ട് ഡീമൻസ് നല്ല രീതിക്ക് അവൻ്റെ റൈറ്റും ലെഫ്റ്റും അവൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോവാണ്. പിന്നെ ഒരിടത്ത് ആസാണെന്ന് പറഞ്ഞ ഇത് വന്നിട്ട് തൻ്റെ മുത്തശ്ശനാരോ എടുത്തെറിയുന്നു. എന്നിട്ട് അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇത്രയും ദിവസം എന്താണ് ചെയ്ത് കൂട്ടിയത്, അതിനൊക്കെ നിങ്ങൾ അനുഭവിച്ച് തീരൂ എന്ന് പറഞ്ഞിട്ട് പോവാണ്, രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം തന്നെ പറയാണ്, ലെഫ്റ്റിനൊന്ന് സൂക്ഷിച്ചോണം എന്ന് പറഞ്ഞിട്ട് അവിടെ പോവുകയാണ് ചെയ്യുന്നത്. പല്ല് അടിച്ച് തെറിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നേരെ അമ്പ് ചെയ്ത് കാലിന് വെക്കുമ്പോൾ അതിൻ്റെ ഡീമൻസ് വന്നിട്ട് രക്ഷിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ റൈറ്റിനെ നോക്കണ ഇവിടെ കുറച്ച് ആൾക്കാർ അവന് കുട്ടികളൊക്കെ രക്ഷിച്ചേക്കാണ്. ഡീമൻസിന് കുട്ടികളൊന്നും കാണാൻ പറ്റില്ല, ഡീമൻസ് വിചാരിച്ചാൽ മാത്രമേ കുട്ടികളൊക്കെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുട്ടികൾ കാണിക്കുമ്പോൾ ബോധം കെട്ടുപോവാണ് ചെയ്യുന്നത്. അങ്ങനെ കുട്ടികൾ മാത്രമേ ജീവനുള്ളൂ, വലിയ ആൾക്കാരൊക്കെ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഡീമൻസ് പെട്ടെന്ന് ആസ എന്ന് പറഞ്ഞിട്ടുള്ള ആ പെണ്ണ് വരുന്നു, ഡീമനെ ഫൈറ്റ് ചെയ്യാണ്. അപ്പോൾ ഡീമനെ ഫൈറ്റാണ് നല്ല രീതിക്ക് ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ തന്നെ ഫൈറ്റാണ് വേണ്ടതെങ്കിൽ പറഞ്ഞൂടെ, ഞാൻ എപ്പോഴും റെഡിയാണ്, പക്ഷെ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട് ഫൈറ്റ് ചെയ്യാൻ പാടില്ല എന്ന്, അതുകൊണ്ട് മാത്രമാണ് എന്ന് പറയുന്നു. അപ്പോൾ തന്നെ ഓടിപ്പോവാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഓടി പോകുമ്പോൾ തന്നെ ഇപ്പോൾ ഓടുമ്പോൾ എന്തോരം മണമുണ്ട്. ഈ കുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ്, ഒരു അനുസരണയില്ല എന്ന് പറയുന്നു. അപ്പോൾ ഓടി പോകുമ്പോൾ എന്തോരം മണം വരുന്നു. കാവ്യ ഷീൽഡായിട്ട് തനിക്കൊന്നും പറ്റാതിരിക്കാൻ വെക്കുമ്പോൾ ലെഫ്റ്റ് വന്നിട്ട് പല്ലാണ്ട് തുറക്കുന്നു. അങ്ങനെ അവിടുന്ന് നേരെ അമ്പ് ഷോൾഡറിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഹീറോ എന്ന് പറയുന്ന പെണ്ണ് വരുന്നു. പിന്നെ അമ്പ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഞാനാണ് ആസാണ് എന്ന് പറയാൻ ചെയ്യുന്നത്. അപ്പോൾ ആസ് ഇത്ര വലിപ്പം ഉണ്ടാവില്ല എന്ന് പറയുന്നു. അപ്പോൾ അതെ ഒരു കാര്യം പറയാനുണ്ട്,
നിങ്ങൾ ഫാമിലി തമ്മിൽ തല്ല് കൂടുന്നതിൽ ഒരർത്ഥമില്ല. സോ നിങ്ങൾ ഫാമിലിയാണ് എന്ന് പറയുന്നു. സോ അതെനിക്ക് ഒരുറപ്പുമില്ല. കാരണം ഇത്ര വലിപ്പം ഉണ്ടാകില്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആരാണ് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതല്ല ആസ, ഞാനാണ് ശരിക്കുള്ള ആസ. 10 വർഷങ്ങൾക്ക് മുന്നേ അവർ നീ അവിടുന്ന് രക്ഷപ്പെടിച്ചിട്ട് ആ കിളവത്തി അവിടെ സെറ്റ് ചെയ്ത സംഭവമാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഫേക്കായിട്ടുള്ള ഒരു ആശയം ഉണ്ടാക്കിയിടും, നീ അവിടുന്ന് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും ദിവസം പറ്റിച്ചുകൊണ്ടിരിക്കുക എന്ന് അവൻ മനസ്സിലാക്കുന്നു. അപ്പോൾ തന്നെ ഇത്ര മെതിനെ അവൾക്ക് എത്രത്തോളം പവറുണ്ടെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് ഈ ഫൈറ്റ് അവസാനിപ്പിക്കാം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇനി ഇവിടെ നിന്നാൽ പറ്റില്ല, എന്തെങ്കിലും നിന്നെ തേടിയിട്ട് കുറേ ആൾക്കാർ വരും എന്ന് പറയണേ, നമുക്കിന്ന് പോയാലോ എന്ന് പറയുന്നു. അപ്പോൾ തന്നെ അവൻ പോവുകയാണ് ചെയ്യുന്നത്. അതായത് ഡറയുടെ കൂടെ അവൻ പോകുന്നു. അതുപോലെ തന്നെ അവൻ്റെ ഡീമൻസും അവൻ്റെ പിന്നാലെ തന്നെ വരികയാണ് ചെയ്യുന്നത്. അവനെന്തിനാ നീ വെറുതെ വിട്ട് എന്ന് ചോദിക്കണേ. അവന് ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് എന്ന രീതിക്ക് പറയാണ്. പൊട്ടിപ്പോയിട്ടുള്ള ബാരൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പഴയ പോലെ തന്നെ ആക്കുന്നു. അങ്ങനെ കുറേ കപ്പിൾസ് അവിടെ നിന്നുകൊണ്ട് സംസാരിക്കണം. അതായത് ഈ മല മുകളിൽ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ കാണാതായിട്ടുണ്ടല്ലോ, അവരെ ഒരു ബോഡി പോലും കിട്ടിയിട്ട് ഇതുവരായിട്ടും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ അവരിങ്ങനെ സംസാരിക്കുകയാണ്. അതായത് ഇവിടെ എന്തൊക്കെയോ അമാനുഷ്യമായിട്ട് സംഭവിക്കുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ തന്നെ അവിടുന്ന് നമ്മളെ ഇവരൊക്കെ ഓടിപ്പോയി ഒരു വണക്കം വെക്കുന്നു. അപ്പോൾ തന്നെ അവൻ്റെ ഡീമൻസും പോകുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് ഡീമൻസിൻ്റെ പ്രശ്നം മനസ്സിലാക്കിയാണ്ട് പേടിക്കുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് പോയിട്ടുന്നു ഡറും കൂടി അങ്ങനെ ഓടുകയാണ് ചെയ്യുന്നത്. എനിക്ക് വില്ലേജിലേക്ക് എപ്പോഴെങ്കിലും വരാൻ തോന്നുമ്പോൾ വരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. നിനക്ക് വരാൻ പറ്റും. അപ്പോൾ ആ വില്ലേജ് അവിടെ ഉണ്ടെന്ന് പോലും അറിയുന്നില്ലല്ലോ. എന്നാലും ആ വില്ലേജ് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന രീതിയിലാണ് ഉള്ളത്. അതുകൊണ്ട് നിനക്ക് എപ്പോൾ തോന്നുന്നുവോ അപ്പം നീ വിചാരിച്ച് അങ്ങോട്ട് വരാൻ പറ്റും. വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, അവിടെ സേഫായിരിക്കുമെന്ന് ഉറപ്പുമില്ല എന്ന രീതിക്ക് പറയാണ്. അങ്ങനെ അവരെ എങ്ങനെയൊക്കെ അവിടെ പറഞ്ഞ സ്ഥലത്ത് എത്താണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു കാറിൽ ആനും ഒരു മോൺസ്റ്ററിൻ്റെ സംഭവമാണ്. അപ്പോൾ ഇത് ചോദിക്കുകയാണ്, പെട്ടെന്ന് കാറിൽ കയറാൻ താനെല്ലോട് പറഞ്ഞ് മനുഷ്യന്മാരെ മാത്രമേ കൊണ്ടുള്ളൂ, താൻ ഡീമൻസിന് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അതിനൊക്കെ ഞാൻ പറയാം എന്ന് പറയുന്നു. ഇതെന്താ സാധനം ഒലക്ക എന്ന രീതിക്ക് ഡീമൻസ് സംസാരിക്കുകയാണ്. ഇത് ഒലക്കൊന്നുമല്ല, ഇതെന്തോ മെറ്റൽ പെട്ടി അങ്ങനത്തെ എന്തോ സംഭവമാണ് തോന്നുന്നു എന്നൊക്കെ തീർത്തിട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നീ പെട്ടെന്ന് കാർ കയറാൻ പറയുകയാണ്. അപ്പോൾ പറയുകയാണ്, ഇല്ല ഞാൻ ഈ കാർ കയറില്ല എന്ന് പറയണം. ഇത് കുതിര വണ്ടിയാണ്, ഇതിൽ കയറി പെട്ടെന്ന് എത്താന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഈ കാറ് കയറ്റുന്നു. എന്നിട്ട് അവർ അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. അവർ എപ്പോഴും രക്ഷപ്പെട്ട് കഴിഞ്ഞു. ഒരു രക്ഷപ്പെട്ടിട്ടുള്ള ഡറ എന്ന് പറഞ്ഞിട്ടുള്ള ആളപ്പന എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അവരെപ്പോഴും കാടൊക്കെ കടന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവും, ഡാറൻ്റെ അപ്പ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ആ പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി അയാളെ പണ്ട് കണ്ട് വെച്ച് ഉണ്ടാകും, അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് മനസ്സിലായത്. ഇവിടെ ഉണ്ടായിരുന്ന ഹെലികോപ്റ്റർ പോയി, എല്ലതും പോയി. നമ്മളൊപ്പം ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും മരണപ്പെട്ടു പോയി. ഇനി എന്ത് ചെയ്യും എന്ന് പറയണേ. ഒരു ഓൾഡ് മാൻ, അയാളിതൊന്നും അറിയരുത് എന്ന് പറയണേ. ആരാണ് ഓൾഡ് മാൻ എന്ന് ഇപ്പം നമ്മളെ കാണിക്കുന്നില്ല. അവരെ മെഷീൻ തകർന്നു. അതുപോലെ തന്നെ ഒരു ഹെലികോപ്റ്റർ എല്ലാം നശിപ്പിച്ചു നമ്മളെ. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. അതുകൊണ്ട് നമ്മളിപ്പോൾ ഡാറൻ്റെ മുഖം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളവരെ തേടി വരും. അവർ മെഷീൻസൊക്കെ നമ്മളാണ് ഇതാക്കിയിട്ടാണ് ഡീമൻസിനെ ഇതാക്കി എന്നൊക്കെ പറയാണ്. അപ്പോൾ തന്നെ ഒരു ഏതോ ഡീമനാണ്ട് വരാണ് ചെയ്യുന്നത്. ഉഷിറ, അത് ആരാന്ന് മനസ്സിലാവുന്നുണ്ട്. ആ ഡീമൻ്റെ പേരാണ് ഉഷിറ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണം അത്ര, അതായത് ആരെങ്കിലും കൺട്രോൾ ചെയ്യാതെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്ന ഡീമൻ. എത്രയോ പവറുകളുണ്ട് ഈ ഡീമന്. സോ അപ്പോൾ അങ്ങനെ നടക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളെന്താ 400 വർഷം ശേഷം നിങ്ങളിപ്പോഴാണ് പുറത്ത് തരണേ, നിങ്ങളെങ്ങനെ വന്നതെന്ന് ചോദിക്കണം. ഞങ്ങളങ്ങനെ ഒരു ഡീമൻ ഒരു മാസ്റ്ററിനെ തിരഞ്ഞെടുത്തു എന്ന് പറയണേ. കയ്യിൽ സന്തോഷമുണ്ട് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ പറയണേ, നിങ്ങൾ മാസ്റ്റർ ഒരു ചെറിയ പയ്യനാ എന്ന് പറഞ്ഞു കേട്ടു. അത് അവനൊരു ചെറിയ പയ്യനാണ് എന്ന രീതിക്ക് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ പറയണേ, നിങ്ങൾക്ക് ഇവരുണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ തന്നെ പറയണേ, നിങ്ങൾ ഏണ്ട പോണേ എന്ന് ചോദിക്കണേ. ഇവർ രണ്ടോ ഇടവണ്ണായിട്ട് ഒളിച്ച് നിൽക്കാൻ പറ്റുന്ന കുറേ ദൂരത്തേക്ക് പോകണം, എന്തിനാണെന്നാവാം. എന്തായാലും ഇവരിപ്പോൾ ഒന്ന് പോയി നോക്കി എന്താ ഉണ്ടാവണേ ലാസ്റ്റ് വെച്ചിട്ട് കാണാം എന്ന രീതിക്ക് പറയണം. അപ്പോൾ തന്നെ അവർ പോകണം.
എല്ലാ ഡീമൻസിനെ കണ്ടും ഒരാകെ നെട്ടിയിരിക്കുകയാണ്. കാരണം ആ ഡീമൻസിനെ എല്ലാവർക്കും കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ ഡീമൻസിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ, അതായത് നല്ല ഡീമൻസ്, പിന്നെ ഫൈറ്റ് ചെയ്യാനായി മാത്രം ഡീമൻസ്, നല്ല വരം കൊണ്ടുവരുന്ന ഡീമൻസ്, അപ്പോൾ തന്നെ നല്ല മാസ്റ്റർ തന്നെ എത്തുന്ന ഡീമൻസും ഒക്കെ ഉണ്ടെന്ന് യൂറോക്ക് പറഞ്ഞു കൊടുക്കണം. ഒറ്റയ്ക്ക് പറ്റിയ ആൾ അവിടുന്ന് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സോൾജറിന് 2 സോൾജറിനാണ് അവർ 5 പ്രാവശ്യം അതേ വന്ന വഴിക്കൂടി തന്നെ വന്ന് ഒരു ലൂപ്പിലാണ് പെട്ടെടുക്കുന്നത്. സോ അവർക്ക് മനസ്സിലായി ഇനി ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല എന്ന രീതിക്ക് അവർക്ക് മനസ്സിലായി. കാരണം അത് ലൂപ്പ് പോലെയാണ് ഉള്ളത്. അത് അവർ വരുമ്പോൾ തന്നെ പിന്നെ ആയ വഴി തന്നെയാണ് വരുന്നത്. പിന്നെ രാത്രിയാണ് കാണുക. പിന്നെ ഒരു പുതിയ സിറ്റി കാണുന്നു. അതിലൂടെ അവന് ആ സിറ്റിയെ നോക്കിയിരുന്ന് സന്തോഷപ്പെടുന്നതോടെ ഇവിടെ വെച്ചിട്ട് യൂറോനെ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് എൻഡ് ആവാണ്. സീസൺ 1 രണ്ടാമത്തെ എപ്പിസോഡ് തീരാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കാം. അപ്പോൾ സീസൺ 1 സീസൺ 3 നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബായ്.